കോട്ടയം വൈക്കത്ത് വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായ സംഭവത്തിൽ തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു. പാണാവള്ളി സ്വദേശി കണ്ണൻ എന്ന സുമേഷിനെയാണ് കാണാതായത്. 20-ലധികം പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ സംഘം മടങ്ങി വരുമ്പോഴാണ്, വള്ളത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് വള്ളം മറിഞ്ഞ് അപകടമുണ്ടായത്. ശക്തമായ ഒഴുക്കും കാറ്റുമാണ് അപകടത്തിന് കാരണമെന്നാണ് തഹസിൽദാർ അല്പം മുൻപ് ഞങ്ങളുടെ പ്രതിനിധി ടോബി ജോൺസണുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട മറ്റ് 22 പേരും ഒരു ഷോക്കിലാണുള്ളത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്നും എന്തൊക്കെ പ്രശ്നങ്ങൾ അവർ നേരിട്ടെന്നും അവർ ഓർത്തെടുക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലല്ല. ഈ 22 പേരും സുരക്ഷിതരായി ഇപ്പോഴുണ്ട്. കാണാതായത് പാണാവള്ളി സ്വദേശി കണ്ണൻ മാത്രമാണ്. കണ്ണനെ കുറിച്ച് എല്ലാ തരത്തിലുമുള്ള തിരച്ചിൽ നടക്കുന്നു. 4 പാടും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സ്കൂബ സംഘം എത്തി ഈ വെള്ളത്തിനടിയിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ എവിടെയെങ്കിലും കണ്ണൻ രക്ഷപ്പെട്ട് മാറി നിൽക്കുന്നുണ്ടോ, ഏതെങ്കിലും തുരുത്തിലകപ്പെട്ടിട്ടുണ്ടോ എന്നതിലേക്കും അന്വേഷണം പോകുന്നുണ്ട്. കാരണം കണ്ണൻ നീന്തിപ്പോകുന്നത് കണ്ടു എന്ന് നേരത്തെ തഹസിൽദാർ പറഞ്ഞതും നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. ഏതായാലും കണ്ണന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു. നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയാണ് തിരച്ചിൽ നടക്കുന്നത്. രക്ഷപ്പെട്ട 22 പേര് ഇപ്പോൾ ഒരേ സ്ഥലത്താണുള്ളത്. അവരെ പാണാവള്ളിയിലേക്ക് സുരക്ഷിതമായി എത്തിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നേരത്തെ തഹസിൽദാർ പറഞ്ഞത്. ടോബി ജോൺസൺ, ഞങ്ങളുടെ പ്രതിനിധി, സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയം വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുകയാണ്. ടോബി, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പറയൂ, തിരച്ചിലിന്റെ. ഗോപി, പുതിയൊരു വിവരം ലഭിക്കുന്നത് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചൊരു വ്യക്തി പറഞ്ഞത് ആ മുങ്ങിയ വള്ളം ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറി കണ്ടെത്തിയിട്ടുണ്ട്, അത് ഉയർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഏതായാലും പെരുമ്പളം ഭാഗത്താണ് ചേട്ടാ, അത് എവിടെയാ സ്ഥലം? പെരുമ്പളത്തല്ലേ? അത് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടോ? കുറച്ച് ദൂരം. ഞങ്ങളിപ്പോ പോയി പൊക്കി വെച്ച് വന്നേ. അത് അപ്പം അധികം ആളുകൾ കയറാൻ സാധിക്കുന്ന ഒരു വള്ളമാണ്. ഒരു രൂപ കയറാൻ സാധിക്കും. തിരയുള്ള നീളക്കൂടുതലല്ലേ? നീളക്കൂടുതലുണ്ട്. 2 പതിവിന്റെ വള്ളം. തിരയുണ്ടല്ലോ, തിര അടിച്ചാൽ സംഭവം ഇപ്പൊ പെരുമ്പളത്ത് അടുപ്പിച്ചിട്ടുണ്ട്. നീളമുള്ള വെള്ളം ഇങ്ങനത്തെ തിരയൊക്കെ ഉള്ള സ്ഥലത്ത് ഉപയോഗിക്കണേ. എന്നും പോണത്. ഇതിപ്പോ തിര കൂടിയപ്പോ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതാ സംഭവിച്ചത്. അവിടെയൊക്കെ നാട്ടുകാർ പിടിച്ച് വെള്ളം തേക്കൊക്കെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്ര ശക്തമായിട്ടുള്ള തിരയൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വരുന്നത് ഈ സമയത്ത് ഉണ്ടാകണത്. കായലും മൂവാറ്റുപുഴ ആറും വേമ്പനാട്ട് കായലും കൂടി ചേരുന്ന സ്ഥലം. ഇവിടുത്തെ ഇത് 6, മൂവാറ്റുപുഴ 6, ഇത് കായല്, രണ്ടും കൂടി ചേരുന്ന സ്ഥലമാണ്. പെരുമ്പളം എന്ന് പറയുന്ന സ്ഥലത്ത് ആ വള്ളം വലിച്ചു കയറ്റിയിട്ടുണ്ട്. അത് പൂർണ്ണമായും മുങ്ങിപ്പോയെന്നാണ് ആ ദൃക്സാക്ഷിയായ ചേച്ചി, ശ്രീകല ചേച്ചി നമ്മളോട് പറഞ്ഞത്. അതിനുശേഷം ഒരു കക്ക വരുന്ന വള്ളം ആ പ്രദേശത്തേക്ക് പെട്ടെന്ന് വന്നു. അതുകൊണ്ടാണ് ആ വള്ളത്തിൽ പിടിച്ചു നിന്ന, ആ മുങ്ങിയ വള്ളത്തിൽ പിടിച്ചു നിന്ന ആളുകൾക്ക് പെട്ടെന്ന് അടുത്ത വള്ളത്തിലേക്ക് പിടിക്കാനും അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനും സാധിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. രക്ഷാപ്രവർത്തനമല്ല, തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ചെറിയ വള്ളങ്ങളും വലിയ ബോട്ടുകളും ഫയർഫോഴ്സിന്റെ മറ്റ് സ്കൂബ സംഘവും എല്ലാം ഈ പരിശോധന, തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആ മറുകരയിൽ ഉണ്ടായിരുന്നവരെ കൂടി ഇപ്പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു അവസാനവട്ട ഒരു കണക്കെടുപ്പ്, അതായത് കൃത്യമാണോ ഈ പറഞ്ഞ 23 പേർ തന്നെയാണോ ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ജോലികളും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് കറക്റ്റ് 23 പേരാണ് ഈ വള്ളത്തിലുള്ളത്. അതിൽ ഒരാളാണ് ഈ കണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഒഴുക്കിൽപ്പെട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും കരയിലേക്കോ അല്ല മറ്റ് സ്ഥലങ്ങളിലേക്കോ ഒക്കെ പോയിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി തീരങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നത് നമുക്ക് കാണാം. പോലീസിന്റെ ബോട്ടുണ്ട്, അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ബോട്ടുണ്ട്, നാട്ടുകാരുടെ ചെറിയ വള്ളങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഇവിടെ തിരയുന്ന ദൃശ്യങ്ങളാണ്. അതായത് ഒരു സ്കൂബ സംഘം കൂടി അവിടേക്ക് പോയിട്ടുണ്ട്. അവിടെ നടുക്കായിട്ട്, അതായത് ഈ കായലും പുഴയും ചേരുന്ന, മൂവാറ്റുപുഴയാറാണ്, അതിന് തൊട്ടടുത്ത് കായലാണ്, വേമ്പനാട്ട് കായലാണ്. അത് രണ്ടും കൂടി ചേരുന്ന വശമാണ്. അതുകൊണ്ടാണ് ഇത്രയും ശക്തമായ തിരയുമുള്ളത്. അപ്പോൾ അത് തിരച്ചിലിനെയും ബാധിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അവിടെ ഇപ്പോൾ കായലിന്റെ നടുക്കായിട്ട് ബോട്ട് നിർത്തിയിട്ട് തിരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2:15 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നമ്മൾ ആ സമയത്ത് തന്നെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർക്ക് എത്ര പേര് ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഒരു സീത എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് ഉടൻ തന്നെ പോലീസിനെ ഈ വിവരം, ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരു വ്യക്തിയാണ്, ഒരു സ്ത്രീയാണ്, അവരാണ് ഉടൻ തന്നെ ഒരു പോലീസിനെ നൂറിലേക്ക് വിളിച്ച് വിവരം പറയുന്നത്. അതിനുശേഷം ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും എല്ലാം തന്നെ ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന, ഈ പ്രദേശത്തുണ്ടായിരുന്ന പ്രദേശവാസികൾ എല്ലാവരും ചേർന്ന് ഇവരെ ഈ കരയിലേക്ക് എത്തിച്ചിരുന്നു. ഈ കാണുന്ന വീടിന്റെ മുറ്റത്തേക്ക് എത്തിക്കുമ്പോൾ 19 പേര് ഇവിടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് കൂടുതൽ ആളുകൾ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ, ആരെങ്കിലും കാണാതെ പോയിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നടന്നത്. തുടർന്ന് മറുകരയിലേക്ക് ബോട്ടെടുത്ത് ചെന്ന് അവിടെ ആരൊക്കെ നീന്തി കയറിയിട്ടുണ്ട് എന്ന് നോക്കിയപ്പോഴാണ് 3 പേർ അവിടെയും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ ആളുകൾ ഉണ്ടോ എന്ന് കൃത്യമായി അതൊന്ന് ക്രോസ് ചെക്ക്
ചെക്ക് ചെയ്തു, ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പരിശോധിച്ചു, ഫോൺ വിളിച്ച് കൃത്യമാണെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് ഈ 22 പേരുമുണ്ട്, ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. ആ കണ്ണന് വേണ്ടിയുള്ള ഒരു തിരച്ചിലാണ്. ഏകദേശം 50 വയസ്സ് പ്രായമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ ശരി കഴിയുന്നത്. ടോബി, 50 വയസ്സ് പ്രായമുള്ള പാണാവള്ളി സ്വദേശി കണ്ണൻ എന്ന സുമേഷിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഊർജിതമായി നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നാട്ടുകാർ സജീവമായി തന്നെ ഈ തിരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട്. കണ്ണന് നീന്തൽ അറിയാം എന്നാണ് നാട്ടുകാർ പറയുന്നത്. അയാൾ നീന്തിപ്പോകുന്നത് കണ്ടു എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ എവിടെ കണ്ണൻ ഈ 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടും എന്ന ചോദ്യം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് നാട്ടുകാരിലും. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് അതിന്റെ ഭാഗമായിരുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമുക്കിപ്പോൾ കേൾക്കാം. അതിനുശേഷം ടോബി ജോൺസൺ തുടരും വിവരങ്ങളുമായി. എൻ്റെ മകൾ പറഞ്ഞത് ഒച്ച കേൾക്കൊണ്ട് അയ്യോട്ട് കേൾക്കണം, വള്ളം മുങ്ങിന്ന് തോന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഇവിടെ വള്ളം മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഒരാളൊന്ന് ഒച്ച എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അപ്പം തന്നെ വീട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു, വള്ളത്തെ കയറി. അപ്പോൾ എൻ്റെ അയൽവക്കത്ത് ചന്ദ്രൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ വന്ന്, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നിട്ടാണ് ഈ വള്ളത്തെ ചെല്ലുമ്പോൾ വേറൊരു വള്ളം വന്ന് രക്ഷപ്പെടുത്താനായിട്ട് അടുത്ത് കിടപ്പുണ്ട്. ആ വള്ളത്തിൽ പിടിച്ച് കിടക്കേ വെള്ളത്തിൽ ഇവർക്ക് കയറാനൊന്നും പറ്റണില്ല. അപ്പം പിന്നെ ഞങ്ങൾ വള്ളം അടുപ്പിച്ച് ഞങ്ങൾ പിടിച്ച് വലിച്ച് ഞങ്ങളുടെ വള്ളത്തിൽ ഒരു 3-4 പേരെ പെണ്ണുങ്ങളെ വലിച്ച് കയറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് അടുപ്പിച്ച് ചെയ്തു. ടോബി, ഈ കണ്ണൻ നീന്തിപ്പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞല്ലോ തഹസിൽദാർ. അദ്ദേഹം ഏത് ദിശയിലേക്കാണ് നീന്തിപ്പോകുന്നത് കണ്ടത്? ഏതെങ്കിലും തുരുത്തിൽ അകപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഈ തിരച്ചിൽ സംഘത്തിനുണ്ടോ? അവരാ ഏതെങ്കിലും ഒരു മേഖല കേന്ദ്രീകരിച്ചാണോ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്? തീർച്ചയായിട്ടും ഗോപികൃഷ്ണൻ, നമുക്ക് ആ കാര്യത്തിൽ ഒരു സംശയമുണ്ട്, ഒരു വ്യക്തതയില്ല. കാരണം പലരും പലത് പറയുന്നുണ്ട്. നമ്മൾ ഒരു പ്രതികരണം എടുത്തപ്പോൾ ഒരു വ്യക്തി പറഞ്ഞത് ഈ ഒരു തടി പോലെ എന്തിലോ പിടിച്ച് നീന്തുന്നത് കണ്ടു എന്നാണ്. അദ്ദേഹം കണ്ണൻ പോയി എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ അനുമാനിക്കുന്ന ആ ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ആ ബോട്ടുള്ളത്. അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, സ്കൂബ സംഘമുണ്ട്. ഇവരെല്ലാവരും അവിടെ ആ ഒരു ഭാഗത്ത് ഒരു തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. മറ്റ് കരയിലേക്കോ മറ്റോ പോയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ അത് ആ ഒരു പരിശോധന ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു. സമീപത്തുള്ള ഏതെങ്കിലും കരയിലോട്ടൊക്കെ നീന്തി കയറിയിട്ടുണ്ടോ എന്ന്. പക്ഷേ അതൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ആ പ്രദേശത്തെല്ലാം കൃത്യമായിട്ടുള്ള പരിശോധന നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചാണ്. അവിടെ കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം അങ്ങോട്ട് നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ ആഴത്തിലേക്ക് മുങ്ങി പരിശോധന നടത്തുകയാണെന്ന് തോന്നുന്നു. ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച്, അത് കായലിന്റെ നടുക്കായിട്ടുള്ള ഒരു പ്രദേശമാണ്. കായലല്ല, പുഴയും കായലും സംഗമിക്കുന്ന ആ ഒരു പ്രദേശത്തിന്റെ കൃത്യ നടുക്ക് ഭാഗത്തായിട്ടാണ് അവിടെ ഒരു തിരച്ചിലിന് വേണ്ടി ഒരു സ്കൂബ സംഘം അങ്ങോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ചെന്ന് കൂടുതൽ പരിശോധന വേണമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത്രയും സമയമായിരിക്കുന്നു, ഏകദേശം ഇത്രയും സമയമായിട്ടും ഈ ഒരു യാതൊരു വിവരവും ലഭിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ എന്താണ് നടക്കുന്നത് അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു മറുപടി നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും അദ്ദേഹത്തിനെ എവിടെന്നെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ തിരച്ചിലും. ഏതായാലും ഈ കായലും പുഴയും ചേർന്ന് നിൽക്കുന്ന ആ സ്ഥലം, അതിന്റെ മധ്യഭാഗത്തേക്ക് നടുവിലേക്കാണ് ഇപ്പോൾ സ്കൂബ സംഘം അവരുടെ തിരച്ചിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 50 വയസ്സുള്ള കണ്ണൻ എന്ന സുമേഷിന് വേണ്ടി, പാണാവള്ളി സ്വദേശി സുമേഷിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു. 23 പേരുണ്ടായിരുന്ന വള്ളം മറിഞ്ഞുള്ള അപകടം, അതിൽ 22 പേരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരേ ഒരാളെ കുറിച്ചിട്ടുള്ള വിവരമാണ് കിട്ടാനുള്ളത്. അത് കണ്ണനെ കുറിച്ചിട്ടുള്ളതാണ്. കണ്ണന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമായിട്ടുണ്ട്. കണ്ണന് നീന്തൽ അറിയാം, നീന്തിപ്പോകുന്നത് കണ്ടു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. പക്ഷേ എവിടെ എന്ന് 2-2.5 മണിക്കൂർ ഈ അപകടം നടന്ന് 2-3 മണിക്കൂർ കഴിയുമ്പോഴും കണ്ണനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല എന്നത് നാട്ടുകാരിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഏതായാലും എല്ലാ ഇടങ്ങളും തിരച്ചിലിന് വിധേയമാക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് കായലിന്റെ ഇതിന്റെ നടുഭാഗത്തേക്ക് സ്കൂബ സംഘം എത്തിയിരിക്കുന്നു. കണ്ണനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഇപ്പോഴും ബാക്കിയാകുന്നു. ആശ്വാസകരവും സന്തോഷകരവുമായൊരു വാർത്ത ഉണ്ടാകട്ടെ